ഗൈസ് നമുക്ക് ചെറുക്കനെ വിളിക്കാം. സോ ദിസ് ഈസ് ദ പയ്യൻ. യെസ് ഗൈസ്. സോ ഗൈസ് ഇതാണ് നമ്മുടെ മുതുക്ക് ചെറുക്കൻ. ഞാൻ മാരീഡ് ആണ്. സിംഗിൾ ആണ്. എനിക്കൊരു വൈഫും ഉണ്ട്, നല്ലൊരു സുന്ദരിയായ മോളും ഉണ്ട്. അങ്ങനെ മുതുക്ക് പെണ്ണിന് മുതുക്ക് ചെക്കനെ കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. ഞാൻ മുതുക്ക് പെണ്ണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും. അതെ, വേറെ ആരുമല്ല, നമ്മുടെ ഗ്ലാമി ഗംഗയുടെ എൻഗേജ്മെന്റ് അടുത്തിരിക്കുകയാണ്. കെട്ടാൻ പോണ ചെക്കനെ ഇന്നലെ ഗ്ലാമി ഗംഗ തന്റെ ചാനലിലൂടെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലാമി ഗംഗയുടെ ഐ ആം ഗെറ്റിംഗ് മാരീഡ് എന്ന തമിഴിലിട്ട വീഡിയോ കണ്ടത് മുതൽ ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു ആരായിരുന്നു ആ ചെക്കൻ എന്ന് അറിയാൻ. പലരും പല പ്രഡിക്ഷൻസ് ആയിരുന്നു. അങ്ങനെ ഒടുവിൽ ഗംഗ ഇന്നലെ ആള് റിവീൽ ചെയ്തിരിക്കുകയാണ്. ആരാണ് പുള്ളി എന്നല്ലേ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഗായ്സ് നമുക്ക് ചെറുക്കനെ വിളിക്കാം. സോ ദിസ് ഈസ് ദ പയ്യൻ. യെസ് ഗൈസ്. സോ ഗൈസ് ഇതാണ് നമ്മുടെ മുതുക്ക് ചെറുക്കൻ. അപ്പം മുതുക്ക് ചെറുക്കനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പേരും കാര്യങ്ങളൊക്കെ പറയും. ഓഫ് കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം പുള്ളി പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ബിക്കോസ് കാരണം ഇത് ഞങ്ങൾ കുറെ നേരമായിട്ട് ഇൻട്രോ എടുക്കണം. നിങ്ങളിവിടെ ചിരി പറ്റല്ല അങ്ങനെ ഇരുന്ന് ചിരിക്കണ്ട. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ഒരു എഡിറ്ററാണ്, ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. എന്റെ സ്ഥലം വന്നിട്ട് ഉച്ചക്കട, അതായത് ബാലരാമപുരത്തിന് അടുത്തൊക്കെ ആയിട്ട് വരും. അതായത് എനിക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ? 40 ഒരു 39-40 കിലോ. വീട് വരാ അതാ ബാലരാമപുരം വരെ. വീട്ടിൽ നിന്ന് ഇതുവരെ ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. ആൻഡ് അത് മാത്രമല്ല ഗൈസ്, ഇങ്ങോട്ട് വരാൻ ചില സമയത്ത് 2 മണിക്കൂർ എടുക്കും. എപ്പോഴും അല്ല, അത് ബ്ലോക്ക് ഒക്കെ ഉള്ള സമയത്ത്. സോ അപ്പോ നമ്മളാണ് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോണത്. അപ്പൊ കണ്ടല്ലോ, വിഷ്ണു എന്നാണ് ചെക്കന്റെ പേര്. ഫ്രീലാൻസ് എഡിറ്റർ ഒക്കെ ആണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗ്ലാമി ഗംഗയെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവരുടെ ചാനലിന്റെ തുടക്കത്തിൽ നമുക്കറിയാം ഒരുപാട് കഷ്ടപ്പാടിലായിരുന്നു ഗംഗ. അങ്ങനെ സ്വന്തം എഫേർട്ട് കൊണ്ട് ഗംഗ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സ്വന്തമായി വീട് വാങ്ങി, കാറ് വാങ്ങി, അങ്ങനെ ഇപ്പൊ ഏകദേശം തന്റെ എല്ലാ സ്വപ്നങ്ങളും അധ്വാനിച്ച് നേടിയിരിക്കുകയാണ്. സോ പ്രൗഡ് ഓഫ് ഹർ. ഗംഗയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാർ 1-2 ബ്രേക്കപ്പുകളിലൂടെ ഒക്കെ കടന്നു പോയ വ്യക്തിയാണ്. എന്തായാലും അതിനെല്ലാം ശേഷം ആള് വീണ്ടും കമ്മിറ്റഡ് ആയിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ തന്നെ എൻഗേജ്മെന്റ് ഉണ്ടാകുമെന്നാണ് ഗംഗ പറയുന്നത്. എന്തായാലും ഹാർഡ്ലി കൺഗ്രാറ്റുലേഷൻസ്. ചെക്കനുമായി നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെ ഉണ്ടാവട്ടെ. പിന്നെ ചെക്കനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ചെക്കൻ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. ഇത് പണ്ട് പുട്ടുകുറ്റി എന്ന് പറഞ്ഞ ചാനലിൽ റീൽസ് ഒക്കെ ചെയ്തിരുന്ന ആളല്ലേ. നമുക്ക് അതെന്നാണ് ഇയാളെന്നുള്ളതൊന്ന് നോക്കാം. അയ്യോ, ചെന്നൈ നമ്മൾ വിചാരിച്ച പോലെ അല്ലേട്ടാ. ശരിയാ, വലിയ സിറ്റിയാ. പിന്നെ ഇത് ചെന്നൈയാണ്, തമിഴ്നാടാണ്. അമ്മമാരെല്ലാരും നമ്മളെ പറ്റിക്കാൻ നോക്കും. അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ അങ്ങോട്ട് സംസാരിക്കല്ലേ, എന്തുണ്ടെങ്കിലും തമിഴ് സംസാരിക്കുക. എനിക്ക് തമിഴ് അറിഞ്ഞൂടാ. അതൊന്നുമില്ല, എന്ത് പറഞ്ഞാലും വാങ്കണ്ണെ പോങ്കണ്ണെ എന്നാ സാർ വാങ്ക സാർ, പിന്നെ എല്ലാത്തിന്റെ കൂടെ ഒരു ആമ. മനസ്സിലായില്ല. പക്ഷെ ഇതൊന്നുമില്ല, നീ ടെൻഷൻ അടിക്കാതെ. ഇതിപ്പോ ഞാൻ ഒരു തമിഴ് അണ്ണേ என்ன தம்பி வணக்கம் அண்ணே. அது வந்து അതൊന്നുമില്ലേ, அந்த கோடம்பாக்கம் பக்கத்துல அந்த கோடம்பாக்கம் பக்கத்தில் ஒரு ஷாப் இருக்குல்ல, நிறைய ஷாப் இருக்கா? ஆமா ஆமா. 1.5 നിമിഷം തിരിയുടെ പട്ടി. നീ എന്തിനാ എപ്പോഴും ആമ പറഞ്ഞത്? നീ അല്ലേ പറഞ്ഞ എല്ലാവരും ആമ ചേർത്ത് പറയണോ? നീയൊക്കെ തിരുവനന്തപുരത്തോടെ ബാലരാമപുരത്ത് തെരുവിന്റെ അടുത്തല്ല എന്റെ ആന്റി താമസിക്കണേ. ആന്റിയുടെ പേരും തോന്നുന്നു ശാരദ. ശാരദാന്റിയുടെ ബന്ധുവാണ് എന്റെ അടുത്താണ് എന്റെ വീട്. ശാരദാക്കോടെ പുള്ള ഇവൻ തന്നെ. ഇതിൽ പച്ച ഷർട്ടിട്ട ആള് തന്നെയാണ് വിഷ്ണു. മുന്നേ പുട്ടുകുറ്റി ചാനലിൽ വിഷ്ണുവിന്റെ 2-3 ഷോർട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എഡിറ്റർക്ക് പുറമെ ആക്ടിങ് നല്ലോണം ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം തന്നെ. എന്തായാലും ഗ്ലാമി ഗംഗ തന്നെ ഭാവി ഭർത്താവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ആ വീഡിയോക്ക് താഴെ പല രീതിയിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. കുറെ പേര് ആശംസകൾ നേർന്നുകൊണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റു ചില നെഗറ്റീവ് കമന്റ്സും കാണാം. അധികവും ഗംഗ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ കുറിച്ചായിരുന്നു നെഗറ്റീവ് കമന്റ്സ്. കുറെയൊക്കെ ഗംഗ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുമുണ്ട്. അപ്പൊ കമന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്ലാമി ഗംഗ കല്യാണം കഴിക്കാൻ പോകുന്ന വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി മുമ്പ് കല്യാണം കഴിച്ചവനാണെന്നും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് എന്നുമൊക്കെയാണ് കമന്റുകൾ വരുന്നത്. കമന്റുകൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകളും ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി നല്ലോണം പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഗ്ലാമി ഗംഗയുടെ ഈ മുതുക്കി ചെക്കനെ റിവീൽ ചെയ്യുന്ന വീഡിയോ നല്ലോണം ചർച്ചയായി മാറിയത്. പലരും ഇതിനെ ട്രോളും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് പുട്ടുകുറ്റി ചാനലിൽ പണ്ട് ഇവരുടെ ടീമിനെ ഗംഗ തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഗംഗ തന്നെ അതിലെ ടീം മെമ്പേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, ആർ യു കമ്മിറ്റഡ് ഗൈസ് എന്ന്. അതിൽ ഓരോരുത്തരും സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നുള്ളതിന് ഉത്തരം പറയുന്നുണ്ട്. അതിൽ വിഷ്ണു താൻ മാരീഡ് ആണെന്നും കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ പെൺപിള്ളേർക്കും സാധാരണ ആൺപിള്ളേർ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അറിയാൻ ആഗ്രഹമായിരിക്കും. ആർ യു ഗൈസ് കമ്മിറ്റഡ്? സിംഗിൾ നമുക്ക് പെണ്ണില്ലാടാ. സിംഗിൾ. ഞാൻ മാരീഡ് ആണ്. സിംഗിൾ ആണ്. എനിക്കൊരു വൈഫും ഉണ്ട്, നല്ലൊരു സുന്ദരിയായ മോളും ഉണ്ട്. എനിക്ക് നാളെ വരണം. മോളെ പേര് അമയ ബി.
അതെടാ ബി എടുത്തു സിംഗിൾ ആണ്. വിഷ്ണു. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ വിഷ്ണു പറഞ്ഞത് താൻ മാരീഡ് ആണ്, തനിക്കൊരു കുട്ടിയും ഉണ്ട് എന്നൊക്കെയാണ്. ഇതൊരു 2 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. 1 വർഷം മുമ്പ് ഇവർ ജാങ്കോ സ്പേസിൽ കൊടുത്ത ഇന്റർവ്യൂവിലും സെയിം കാര്യം പറയുന്നുണ്ട്. അതിൽ വിഷ്ണുവിന്റെ ലവ് മാരേജ് ആണെന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഡിവേഴ്സ് ആയി കാണും, അല്ലാതെ വേറെ വിവാഹം ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നമായി പലരും ഉന്നയിച്ച് കാണുന്നത്. എന്തായാലും വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് 2ാം വിവാഹം ആയതുകൊണ്ട് തന്നെ ഗ്ലാമി ഗംഗയ്ക്ക് ഇതിലും നല്ല പങ്കാളിയെ ലഭിക്കുമായിരുന്നു. ഡിവേഴ്സ് ആയ വ്യക്തിയെ വിവാഹം ചെയ്തത് തെറ്റായ തീരുമാനമായി പോയി എന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാർ പറഞ്ഞു വെക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പാസ്റ്റ് വെച്ച് ഈ പറഞ്ഞ ഗ്ലാമി ഗംഗയുടെയും അവന്റെ പയ്യനായിട്ടുള്ള വിഷ്ണുവിന്റെയും ബന്ധത്തെ പലരും ഇപ്പൊ നെഗറ്റീവായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളത് പറയാലോ, അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് മനസ്സിലാകാത്തത് ഈ 2ാമത് വിവാഹം കഴിക്കുന്ന ഇത്ര വലിയ തെറ്റാണോ? ഈ 2ാം വിവാഹം ചെയ്യാൻ പോകുന്ന ആൾക്ക് 2ാം വിവാഹക്കാരി തന്നെ വേണമെന്ന് വലിയ നിർബന്ധവും ഉണ്ടോ? 2ാമത് വിവാഹം 3ാമത് വിവാഹം എന്നൊക്കെ ഇവിടെ സമൂഹത്തിൽ സാധാരണയായി നടക്കുന്നതാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഈ ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാത്രമാണ് ഇവിടെ വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്, അതിൽ 1-2 കമന്റ്സ് ഞാൻ വായിച്ചുതരാം. ഈ പ്യൂൾ സോറിന്റെ ഫസ്റ്റ് വൈഫ് ആൻഡ് മോളും ഇപ്പൊ എവിടെ? ആ മകൾക്ക് അച്ഛൻ ഇല്ലാതായല്ലോ, 2ഉം സെക്കൻഡ് മാരേജ്. ഭാര്യ ഉണ്ടാകുന്നതിന് മുമ്പേ ആണോ നല്ല കുട്ടിയെ കിട്ടുമെന്ന് പറഞ്ഞത്, അതോ ഡിവേഴ്സ് ആയതിനു ശേഷമാണോ? ഇവന്റെ മാരേജ് ആണ്, ഒരു പെൺകുട്ടി ആദ്യ വിവാഹത്തിലുണ്ട്. കുട്ടി പറഞ്ഞത് ശരിയാണ്, ഞാനും ശ്രദ്ധിച്ചത്. എനിക്കും വെറുപ്പായി ഗംഗയെ, സത്യം. അവൾക്ക് വേറെ ആരെയും കിട്ടിയില്ല, അവന് ഗോളടിച്ചു. പുട്ടുകുറ്റി ഗ്യാങ്ങിനെ പറ്റിച്ചിട്ടുണ്ട്, ക്യാഷ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നീളുന്നു കമന്റ്സ്. എല്ലാവർക്കും അറിയേണ്ടത് ഈ പറയുന്ന ഗംഗ കെട്ടാൻ പോണ വിഷ്ണുവിന്റെ മുമ്പെയുള്ള ഭാര്യയും കുഞ്ഞിനെയും കുറിച്ചാണ്. അല്ല, അവർക്ക് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്? ഇപ്പൊ നമ്മൾ വായിച്ച കമന്റ്സിൽ തന്നെ ഒരു കമന്റ് കണ്ടില്ലേ, മക്കൾക്ക് അച്ഛൻ ഇല്ലാതായല്ലോ എന്നൊക്കെ. ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നമുക്കറിയില്ല ഇവിടെ എന്താണ് വിഷ്ണുവിന്റെ ഡിവേഴ്സിന്റെ കാരണം എന്നൊക്കെ ഉള്ളത്. പരസ്പരം ഒരുമിച്ച് പോകാൻ പറ്റാത്ത ആളുകൾ വിവാഹ ജീവിതവുമായി മുന്നോട്ട് പോയിട്ട് എന്ത് കാര്യം അല്ലേ? എന്തായാലും മക്കൾ ഇപ്പൊ വിഷ്ണുവിന്റെ കൂടെ ഇല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, വിഷ്ണു തന്നെ ഗംഗയുടെ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്തായാലും നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. ബ്ലാങ്ക് ആയി പോകും. അയ്യോ, നമ്മള് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. എന്റെ വീട്ടിലിപ്പോ റൈറ്റ് നൗ അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചിയുടെ കൊച്ച്, അളിയെ, അമ്മ, ഇത്രയും പേരാണ്. പിന്നെ 2 പേരുണ്ട് ഗൈസ്, ബെല്ലയും സിംബയും. ബെല്ല പട്ടി, സിംബ ഓക്കെ. ഓ പിന്നെ വേറെ ഞാൻ പറയുന്നത്, എന്നെ പോലെ ഒരു ആനിമൽ ലവറാണ്, ക്യാറ്റ്, ഡോഗ്. അതാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന ചോദ്യത്തിന് എവിടെയും കുഞ്ഞിനെ കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിഷ്ണുവിന്റെ മോൾ അധികവും അമ്മയുടെ കൂടെ തന്നെയാണ് എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് വിഷ്ണു ഒരിക്കലും മോശക്കാരനാവുന്നില്ല കേട്ടോ. ഭാര്യയുമായി വേർപിരിഞ്ഞത് കൊണ്ട് ഒരിക്കലും വിഷ്ണു തന്റെ അച്ഛന്റെ മോളാകാതിരിക്കുന്നുമില്ല. ചിലപ്പം ഇയാൾ ഇടയ്ക്കിടെ കുട്ടിയെ കാണാൻ പോകുന്നുണ്ടാകാം, പോകുന്നുണ്ടാവാതിരിക്കാം. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. എന്താണ് അവരുടെ നിലവിലെ സാഹചര്യം എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. പലരും പല സാഹചര്യങ്ങളിലാവാം. ഗംഗയുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, പണ്ട് വിഷ്ണു ഫുൾ ആൻഡ് എനർജറ്റിക് ഒക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം കുറച്ച് മെച്ചോർഡ് ആയി എന്നൊക്കെ. ഒരുപക്ഷെ അയാൾക്ക് ആദ്യ വിവാഹ ബന്ധത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അയാൾ കൂടുതൽ മെച്ചോർഡ് ആക്കിയിട്ടുണ്ടാകും. ഇവിടെ ഗ്ലാമി ഗംഗ തന്റെ ഭാഗത്തു നിന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാളെ വിവാഹം ചെയ്യുമ്പോൾ അയാളുടെ മുൻ ജീവിതത്തെക്കാൾ കൂടുതൽ വില മതിക്കുന്നത് അയാളെ മനസ്സിലാക്കുന്നതിലും ബഹുമാനം നൽകുന്നതിലും ഒക്കെയാണ്. അയാളുടെ മുമ്പുള്ള ജീവിതം എന്തോ ആയിക്കോട്ടെ, പക്ഷെ വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവാഹ പങ്കാളിയാണ് തനിക്ക് വേണ്ടതെന്നും ഗ്ലാമി ഗംഗ തുറന്നു പറയുന്നുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറമെ കളിച്ച് ചിരിച്ചു നടക്കുന്നതിനേക്കാൾ ഉള്ളിൽ അയാൾ എന്താണ് വ്യക്തിത്വം, അതാണ് തനിക്ക് പ്രാധാന്യം എന്നാണ് ഗംഗ പറയുന്നത്. ഇവിടെ വിഷ്ണുവും ഗ്ലാമി ഗംഗയെ കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ ബഹുമാനത്തോടെയും നന്ദിയോടെയും ഒക്കെയാണ് സംസാരിക്കുന്നത്. തന്റെ വിലയും തന്റെ വ്യക്തിത്വവും മനസ്സിലാക്കി തന്ന ഒരാളാണ് ഗംഗ എന്നാണ് വിഷ്ണു പറയുന്നത്. നമുക്ക് എന്തായാലും ഇവരുടെ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടോക്കാം. ഒബ്വിയസ്ലി എനിക്കൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാത്ത ഒരാളെ കല്യാണം കഴിക്കണേക്കാളും എന്നെ അറിയാന്നുള്ള ഒരാൾ കല്യാണം കഴിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം, എന്നെ അറിയാന്നുള്ളത്. അതേപോലെ പക്ഷെ ഇപ്പൊ വെച്ചാൽ എനിക്ക് അങ്ങോട്ട് അറിയാം അവനെ ഗൈസ്, അവനെ മനസ്സിലാക്കുന്നത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് പക്ഷെ എനിക്കത് ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. അതായത് ഈ പുള്ളിക്കാരൻ വെച്ചാൽ ഇങ്ങനെ പുറമെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നടക്കും, പക്ഷെ വലിയ മതില് കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് എന്നെക്കാളും 10 ഇരട്ടി ഹൈറ്റിലുള്ള ഒരു മതില് കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 3 അമിതാഭ് ബച്ചൻ കയറി നിന്ന് എത്ര പൊക്കം വരും? 3 അല്ല 5 അമിതാഭ് ബച്ചൻ ഇരിക്കട്ടെ, കയറുന്ന എത്ര ഹൈറ്റ് വരും? അത്രയും വലിയൊരു മതിൽ കെട്ടിച്ചിട്ടുണ്ട്. ആ മതിലിനപ്പുറത്തുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ ഈസിയാണ്, പക്ഷെ ആ മതിൽ കടന്നു പോകണം. അതായത് ഇപ്പൊ പുറമെയുള്ള അപ്പു എന്ന് പറയുന്നത് ഭയങ്കര ചില്ല് അപ്പുവാണ്. എനിക്കറിയുന്നുള്ള അപ്പു എന്ന് പറയുന്നത് ചില്ല്, അതായത് എന്തോ പറയാൻ, ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള, ഇപ്പോഴും പുള്ളി ഭയങ്കര സെക്യൂർഡ് ആണ്. പക്ഷെ എനിക്കറിയുന്നുള്ള അപ്പു വെച്ചാൽ ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മെന്നാണ്. ആൻഡ് ഭയങ്കര ഈ മതില്, ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ പുറമെ ഒരു ദുഃഖമില്ല. സീരിയസ്ലി എനിക്ക് എന്നെ പോലെയാണ് തോന്നിയത്. ഉള്ളിൽ ഇഷ്ടം പോലെ പ്രശ്നം വിഷമുണ്ടെങ്കിൽ പുള്ളി പുറമെ ഇങ്ങനെ മറ്റേ ബഹളമൊക്കെ വെച്ച് നടക്കും. പക്ഷേ എനിക്കങ്ങനെ എന്താ, എനിക്ക് അറിഞ്ഞൂടെ, എൻ്റെ ഇൻഡ്യൂഷനാണ്. എനിക്ക് നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരിങ്ങനെ നടന്ന് ലൈക്ക് പെട്ടെന്ന് ഒരു മുഖമൊക്കെ മാറുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഏടാ ഞാൻ ചോദിക്കും, എന്താ പറ്റിയടാ? ഒന്നുമില്ലടി. കണ്ണീര് വന്നാലോ പറയും ഒന്നുമില്ലടി. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് പുള്ളി കരയണേക്ക് കുഴപ്പമില്ലല്ലോ.
ഞാൻ കരയണയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ ചിരിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ലൈക്ക് അന്ന് ഭയങ്കര ഒരു വിഷമമുള്ള മൊമെന്റിലായിരുന്നു. അപ്പൊ എനിക്കറിയാം ഞാൻ അപ്പൊ എപ്പോഴും ഞാനിങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു ഉണ്ടാകും. എന്റെ പ്രാർത്ഥനയിലുള്ള ഒരു മനുഷ്യരായിരുന്നു ഞാനിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര പ്യുവർ സോളാണ്. അപ്പം എപ്പോഴെങ്കിലും നല്ലൊരു ലൈഫ് കിട്ടണേ, അവ ആഗ്രഹിച്ച പോലെ. ഇവനെ കുറിച്ച് ഞാൻ വേറൊരു കാര്യം പറയാം. ഇവൻ പിന്നെ മറ്റേ പോഷ് അംബാനി ടൈപ്പ് ലൈഫ് ഒന്നുമല്ല ആഗ്രഹിക്കണത്. ഏത് സാഹചര്യം പോലെയാണ് എനിക്ക് വെച്ചാൽ എനിക്ക് എന്നെ പോലെ ഒരാളെന്നാണ് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റും. ഉള്ളപ്പോൾ മന്തി, ഇല്ലാത്തപ്പോൾ ചമ്മന്തിയാണ് ഗൈസ്. ഇവരുടെ സംസാരത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഇവര് ഭയങ്കര ഹാപ്പിയാണ്. സെയിം ഇമോഷൻസ് ഷെയർ ചെയ്യുന്ന, പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഇവർ രണ്ടുപേരും. ഒരു പക്ഷേ രണ്ടുപേരുടെയും മുന്നത്തെ പ്രണയ ജീവിതത്തിൽ ഇല്ലാതെ പോയതും ഈ അണ്ടർസ്റ്റാൻഡിങ് ആവാം. പരസ്പരം അടുത്തുള്ള ആളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ സോൾവ് ആവും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ദാമ്പത്യ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വീഡിയോകൾക്കെല്ലാം താഴെ വന്ന കുറെ കമന്റ്സിൽ ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. ഇതൊന്നുമല്ല എങ്കിൽ വിയേർഡായി തോന്നിയത് പുട്ടുകുറ്റി ടീമിനെ ഇവർ മെൻഷൻ ചെയ്തില്ല. ആ ടീമിലുള്ള ആളാണ്. അരവിന്ദും ആയിരുന്നു ഗാങ്ങിലെ ഫസ്റ്റ് കമ്പനി. ബട്ട് 1 ഇയർ ആയിട്ട് അപ്പുവുമായി വീഡിയോസ് അവർ ചെയ്യുന്നില്ല. ഇൻസ്റ്റയിൽ അവർ ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നില്ല. കാർത്തിക് സൂര്യ യൂട്യൂബ് വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അവിടെയും അരവിന്ദും പുട്ടുകുറ്റിയും ടീമിൽ ആരും ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഒരാൾ മാത്രം ആ ടീമിൽ നിന്ന് അപ്പുവിനെ ഇൻസ്റ്റാഗ്രാം ന്യൂ അക്കൗണ്ട് ആണ് അയാളുടെ ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇതിൽ അപ്പു എന്ന് ഉദ്ദേശിച്ചത് വിഷ്ണുവിനെയാണ്. വിഷ്ണുവിനെ ഗംഗ വിളിക്കുന്ന പേര് അപ്പു എന്നാണ്. ഇതിൽ പറയുന്ന പ്രകാരം വിഷ്ണു പുട്ടുകുറ്റി ചാനലിലെ റീൽസിൽ വന്നിട്ട് 1 കൊല്ലമായി. ഇത് സത്യമാണ് കേട്ടോ, ഞാൻ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്തതാണ്. പുട്ടുകുറ്റി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ 1 വർഷം മുമ്പുള്ള വീഡിയോസിലൊക്കെ വിഷ്ണുവിനെ കാണാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ പുട്ടുകുറ്റി ടീമിലെ എല്ലാവരുമായി ഗംഗയ്ക്ക് നല്ല കോൺടാക്റ്റുമായിരുന്നു. പ്രത്യേകിച്ച് ഈ പുട്ടുകുറ്റി ഗാങ്ങിലെ അരവിന്ദ് ആയിട്ടൊക്കെ ഗംഗ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവർ ആരും തന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റോ മെൻഷനോ ചെയ്തില്ല. അല്ല, ആശംസകൾ നേരണം എന്നുള്ളത് വലിയ നിർബന്ധം എന്നുള്ള കാര്യമൊന്നുമല്ല. ഈ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരിക്കലും ഗംഗ പുട്ടുകുറ്റി ഗാങ്ങുമായി തെറ്റിയെന്നും പറയാൻ പറ്റില്ല. എന്തായാലും വിഷ്ണു തന്നെ ഇതിനെ കുറിച്ചൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. നിങ്ങൾ ഓഫ് കോഴ്സ് പുള്ളിയെ നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാണ്ടായിരിക്കും. എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ആയി, ഒന്നും ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ചോദിക്കാണ്ടായിരിക്കും. പക്ഷെ ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഞാൻ അതൊരു നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ, കാരണം അതൊരു വലിയ കഥയാണ് അല്ലേ? ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സമയം എടുക്കും. അപ്പൊ നമ്മളെപ്പം പറയാം. എനിക്ക് പേഴ്സണലി റൈറ്റ് നൗ ഞാൻ പറഞ്ഞേക്കല്ലേ അപ്പൊ പറയട്ടെ, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സ്ഥലം കൊടുക്കല്ലെന്നായി പോകും. അല്ല, അതല്ല, എനിക്ക് കുറെ ദിവസമായില്ലേ ക്യാമറയിലൊക്കെ കുറച്ച് കാലമായി. ക്യാമറയ്ക്ക് 1 വർഷം ആവും അല്ലേ? 1.5 വർഷമാവും ഇങ്ങനെ ക്യാമറയുടെ ഒക്കെ ഫ്രണ്ടിൽ വന്നിട്ട്. അതിന്റെ ഒരു ടെൻഷനല്ല, ചമ്മലല്ല, എന്തോ പറഞ്ഞോളൂ ഒരു വിറയില്. പിന്നെ നീ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് അപ്പൊ പറ, ഇപ്പൊ എന്തോ ഫീൽ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, 1.5 വർഷമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. എന്തെന്നാലും വിഷ്ണു പുട്ടുകുറ്റി ഗാങ്ങിൽ നിന്നും തെറ്റി പിരിഞ്ഞതാണോ അതോ ആ ഗാങ്ങിൽ നിന്ന് വിഷ്ണു സ്വയം മാറിയതാണോ എന്നൊന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ ഗംഗ ഈ പറയുന്ന പുട്ടുകുറ്റി ഗാങ്ങുമായി കോൺടാക്ട് ഉണ്ടോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഗംഗ മറ്റൊരു അവസരത്തിൽ ഇവരുടെ ലവ് സ്റ്റോറിയും മറ്റും കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നെഗറ്റീവ് പറയാതെ അവരുടെ ഫുൾ കഥകൾ കേട്ടിട്ട് നമ്മൾ അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതാവും ശരി. എന്തായാലും അവരെ ഹാപ്പി ആയിരിക്കട്ടെ. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത്? കല്യാണവും ഈ കൊല്ലം ഉണ്ടാവുമെന്നാണ് ഗംഗ പറയുന്നത്. എന്തെന്നായാലും നല്ല വിവാഹ ജീവിതം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.